സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ഷുഗ്രി നട്ട്സ് ആൻഡ് ചോക്ലേറ്റ്സ് നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. കാളികാവ് വണ്ടൂർ റോഡിന്റെ നവീകരണം അശാസ്ത്രീയമെന്ന പരാതിയുമായി നാട്ടുകാർ. റോഡിന്റെ വീതി കൂട്ടി നവീകരണം നടത്താൻ സർക്കാർ ഇടപെടണമെന്നും ആവശ്യം. 11 കിലോമീറ്റർ റോഡിന്റെ വീതി കൂട്ടാതെയുള്ള ടാറിങ്ങിന് 12 കോടി രൂപയാണ് അനുവദിച്ചത്. വീതി കൂട്ടാതെയുള്ള ന്യായീകരണത്തിൽ നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. റോഡിന്റെ വീതി 5.5 മീറ്റർ മാത്രമാണുള്ളത്. നിലവിലുള്ള വീതി മാത്രമാണ് റീടാർ ചെയ്യുന്നത്. ഏറെ തിരക്കേറിയ ഈ റൂട്ടിൽ മിക്ക സ്ഥലങ്ങളിലും ഗതാഗത തടസ്സം പതിവ് കാഴ്ചയാണ്. നിലവിലുള്ള റോഡിന്റെ വീതി കൂട്ടാതെയുള്ള നിർമ്മാണമാണ് നാട്ടുകാരുടെ ആശങ്കയ്ക്ക് കാരണം. നമുക്കറിയാം, നമ്മുടെ ഈ വർക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് ഇതിന്റെ വീതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്ക ഉണ്ട്. സമയത്ത് ഞങ്ങൾ വണ്ടൂർ കാളികാവ് വികസന സമിതി എന്ന പേരിലൊരു പരാതി നവകേരള സദസ്സിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട്. നിലവിലുള്ള വീതി 5.5 മീറ്ററാണ് റോഡിന്റെ ടാറിങ് വീതി എന്ന് പറയുന്നത്. അതേ വീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ആ വർക്ക് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിൽ ഫിനിഷിങ്ങിൽ വരുമ്പോഴും 5.5 മീറ്റർ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ 12 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കുന്ന 11 കിലോമീറ്ററാണ് വണ്ടൂർ കാളികാവിന്റെ ദൂരപരിധി എന്നുള്ളത്. അപ്പോൾ അത്രയും വലിയൊരു ഫണ്ട് ചെലവഴിച്ചിട്ട് നമുക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യം വെച്ചാൽ റോഡിന്റെ ടാറിങ് മിനുസപ്പെടുന്നതിലേറെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് ശരിക്കും റോഡിന്റെ വീതിയായിരുന്നു. കാരണം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള റൂട്ടാണ്. മാത്രമല്ല വാഹനങ്ങൾ എപ്പോഴും, പ്രത്യേകിച്ച് നമുക്കറിയാം വാണിയമ്പലത്തൊക്കെ റെയിൽവേ ഗേറ്റിന്റെ അടവ് കഴിഞ്ഞ് തുറന്നാലുണ്ടാകുന്ന ഒരു സ്ഥിതി. അപ്പോൾ വളരെ വീതി വേണ്ട സ്ഥലങ്ങളൊക്കെ നിലവിലുള്ള അതേ വീതി തന്നെ തുടരുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. നമുക്ക് പറയാം 23 സ്റ്റോപ്പേറ്റ് നമ്മുടെ വണ്ടൂർ കാളികാവിന്റെ ഇടയിലുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പ് ചെയ്തിടുമ്പോൾ അതിന്റെ ബാക്കിൽ പഴയ പോലെ തന്നെ, പഴയ കാലത്ത് റോഡ് നിർമ്മിച്ചതിന് അതേ ശൈലിയിൽ തന്നെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബസ് ബേ എന്നുള്ളത് ഞങ്ങൾ ഇതിൽ വളരെ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ബസ് മെയിൻ റോഡിൽ നിന്ന് മാറ്റി നിർത്തി ആളെ ഇറക്കാനും കയറ്റാനുള്ള സജ്ജീകരണം, അതുപോലെ എൻകറേജ് ചെയ്തുള്ള ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ആ ഭാഗം സർവേ നടത്തിയിട്ട് ആ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് റോഡിന്റെ വീതി കൃത്യമായിട്ട് എടുത്തുകൊണ്ട് നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു ഒരു മറ്റൊരു ഡിമാൻഡ്. ഇതൊന്നും വകവെക്കാതെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് ഈ പണി പുരോഗമിക്കുന്നത്. ഇത് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ, പൂർത്തിയായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെയധികം, ഡ്രൈവർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പാതയോരത്തിലേക്ക് തള്ളി നിൽക്കുന്ന മരങ്ങളും വൈദ്യുതി കാലുകളും അതേപടി നിലനിർത്തിയുള്ള നവീകരണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. അത്യാധുനിക രീതിയിലുള്ള ടാറിങ്ങിന് ശേഷം വേഗത കൂടുമെങ്കിലും റോഡ് വീതി കൂട്ടാതെയുള്ള പ്രവൃത്തികൾ സമയനഷ്ടത്തിനും അപകടങ്ങൾക്കും കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. റോഡിന്റെ കയ്യേറ്റം ഒഴിപ്പിച്ച് വീതി കൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകിയിരുന്നു. കൊടും വളവുകളും റോഡ് കാഴ്ചമറയ്ക്കുന്ന മറ്റു തടസ്സങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് നിർമ്മാണം നടക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ട് CRIF ഉപയോഗിച്ചാണ് പ്രവൃത്തി. പാതയോരങ്ങളിലെ തടസ്സങ്ങൾ നീക്കി റോഡ് വീതി കൂട്ടണമെന്ന് നിരന്തരം നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അനുകൂല സാഹചര്യം ലഭിച്ചിട്ടും റോഡ് വീതി കൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.